കുഞ്ഞിന് മുടി ചീവുന്നതോ കെട്ടുന്നതോ ഒന്നും തന്നെ ഇഷ്ടമല്ല. പിന്നെ എന്ത് പറ്റിയെന്തോ ചിറ്റാറിന് പോവാന്ന് പറഞ്ഞ് ഒരുങ്ങിയപ്പം ഒരു ബാൻഡും എടുത്ത് എന്റെ കൈ കൊണ്ട് തന്നിട്ട് മുടി കെട്ടി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ ഇച്ചിരിയും പോകുന്ന മുടിയിൽ എവിടെ കെട്ടാൻ? എങ്കിലും ഒരു കൊമ്പും സ്ലൈഡും ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കൊള്ളാമോ ഗൈസ്? നമ്മുടെ ചിക്കുമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ കുഞ്ഞിനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഒരു ഉടുപ്പെടുക്കാൻ വേണ്ടി ചിറ്റാർ വരെ പോവാണ്. ഇത്രയും നേരം ഞങ്ങൾ ഓട്ടോയ്ക്കകത്ത് കയറി ഇറങ്ങി നിന്ന് എന്തിനാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഞങ്ങളുടെ ആന്റിപ്പെണ്ണ് വരാൻ ഇച്ചിരി വൈകി. ലാസ്റ്റ് മിനിറ്റിലാണ് ആന്റിപ്പെണ്ണും വരുന്നെന്ന് പറഞ്ഞത്. അങ്ങനെ ആന്റിപ്പെണ്ണിനെയും കൂട്ടി ഞങ്ങൾ നേരെ ചിറ്റാറിൽ പോയി. കുഞ്ഞ് അവിടെ ആന്റിയുടെ കൈ തന്നെയാ. ആന്റിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് വേറെ ആരെയും വേണ്ട. ഇപ്പൊ ഈ കാണുന്ന സംഭവം എന്താണെന്നറിയാവോ? കുഞ്ഞ് ചെരുപ്പൊക്കെ ഊരി കടയിൽ കയറിയപ്പോഴാ ഓർത്തത്, അയ്യോ ഞാൻ കാല് തൂത്തില്ലല്ലോ എന്ന്. വീണ്ടും ഇറങ്ങിപ്പോയി കാല് തൂത്തിട്ടാണ് കുഞ്ഞ് കയറി വന്നത്. ഇങ്ങനത്തെ ചില നല്ല ശീലങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കടയ്ക്കുള്ളിൽ കയറി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങി. ഒരു ജീൻസും ടോപ്പും എടുക്കാനാണ് പ്ലാൻ. അമ്മ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാനും ലിജിമോളും കൂടെ അപ്പുറത്ത് നിന്ന് അഭിപ്രായവും പറയുന്നുണ്ട്. കുഞ്ഞാണെങ്കിലോ അതുവഴി ഓടിച്ചാടി മേനയും കാണിച്ച് നടപ്പുണ്ട്. ഡ്രസ്സൊക്കെ വാങ്ങി അവിടെ നിന്നിറങ്ങി നേരെ ഒരു ചെരുപ്പ് കടയിലോട്ട് ചെന്ന് കയറി. ചിക്കുമ്മയ്ക്ക് ഒരു ചെരുപ്പും കൂടെ വാങ്ങി. ചെരുപ്പൊക്കെ വാങ്ങി പുറത്തിറങ്ങി റെസ്റ്റ് എടുക്കുകയാണ് കുഞ്ഞ്. അത് കഴിഞ്ഞ് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അവിടുന്ന് ഒരു ലേസും വാങ്ങി. രണ്ടും കൂടെ വെളിയിൽ നിന്ന് തട്ടുവാ. ഞാനും തട്ടി, വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്ന വഴി വേറൊരു കടയിൽ കയറി തേങ്ങ വാങ്ങി. തേങ്ങക്കൊക്കെ ഇപ്പൊ എന്താ വിലയല്ലേ? തേങ്ങ വാങ്ങാൻ ഇറങ്ങി അമ്മയുടെ പുറകെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ ഉദ്ദേശം മുട്ടായിയാണ്. അങ്ങനെ മുട്ടായിയും കിട്ടി. വീണ്ടും ഓട്ടോയിൽ കയറി നമ്മൾ വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ പറക്കി റോഡിൽ വെച്ച് കഴിഞ്ഞപ്പം ഒരാൾ ദേ വീണ്ടും ടാറ്റായും തന്ന് ഓട്ടോയ്ക്കകത്ത് കയറാൻ പോവാ. ഞങ്ങൾ വരുന്നില്ല എന്ന് മനസ്സിലായപ്പം ആശാട്ടി തന്നെ ഇങ്ങ് പോന്നു.